സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. ഒന്ന് ഈ വിവാദത്തെ വലിയ കഴമ്പുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. എന്ത് മോശമാണ്. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഓരോ ദിവസവും 15 മുതൽ 20 വരെ ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറെ പേരുണ്ട്. ഇവിടെ സജന ഫിറോസ് പറയുന്നുണ്ട് ഇന്നത്തെ വൈറൽ ഞാനാണ്. അങ്ങനെ സജന ഫിറോസ് വൈറലാവാൻ വേണ്ടി ഇത് അത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്വയം വൈറലായി എന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ പ്രശ്നം കുത്തിപ്പൊക്കിയത് ആരാണ്? നിങ്ങൾ മ്യൂച്വലി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ആരാണ് പൊക്കിക്കൊണ്ട് വന്നത്? അത് ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ പല ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും പലതും വളച്ചൊടിക്കുന്നത്. അവിടെയൊക്കെ അത് വ്യക്തമായിട്ട് തുറന്നു പറയുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവത്തില്ലായിരുന്നു. എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്. ഇവിടെ ഇത് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാം, ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്, ആരാണ് ഫിറോസിനെ മണ്ടനാക്കിയത്, എന്തുകൊണ്ട് ഫിറോസ് ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അവിടെയൊക്കെ വ്യക്തമായുള്ള ആൻസർ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളെ പല രീതിയിൽ അതിനെ കാണും. എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. അത് മോശമായുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ജനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു ഓർമ്മ വേണം. അതിനെ ഒരിക്കലും മാറ്റാനും കഴിയത്തില്ല. ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഫിറോസ് ഖാൻ പറഞ്ഞൊരു കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലരെയും യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഇതിലും വികൃതമായി പലരെയും യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരെക്കുറിച്ചാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇവിടെയൊക്കെ സായി കമൻറ്റ് ചെയ്തത് മുതൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് പൂക്കൂട്ടിയാണോ എന്നുള്ള രീതിയിൽ പലരും തമാശയ്ക്ക് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തമാശയ്ക്കാണോ കാര്യമായിട്ടാണോ എന്നറിയത്തില്ല. കാരണം ഒന്നും വിട്ട് എവരും പറയുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചിലരെക്കുറിച്ചാണ് എന്ന രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പം പൂക്കുട്ടി ചേട്ടനാണ്. പൂക്കുട്ടി ചേട്ടൻ ഒരാളെ മാത്രമല്ല പല ആളുകളെയും യൂസ് ചെയ്തു എന്ന നിലയിലാണ് ഫിറോസ് ഖാൻ പറഞ്ഞു വയ്ക്കുന്നത്. അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഓപ്പണായിട്ട് പല കാര്യങ്ങളും പറയാത്തതെന്ന് അറിയത്തില്ല. എന്നാൽ വ്യക്തമാവാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കും, ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവരുടെ വിവാഹ ബന്ധത്തെ വേറെ പലരും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുകയും ചെയ്യും. അവിടെ എന്തുകൊണ്ട് പിരിഞ്ഞു, ഇക്കാരണം കൊണ്ടാണോ പിരിഞ്ഞത്, അതിന് ഉത്തരവാദി അദ്ദേഹമാണോ എന്നുള്ള രീതിയിലൊക്കെ പലരും സംശയിച്ചെന്നിരിക്കും. അതിനെ കുറ്റം പറയാൻ കഴിയത്തില്ല എന്ന് കരുതി അങ്ങനെ എല്ലാ ചിന്തിക്കുന്നവരും കുറേ പേരുണ്ട്. അവിടെയൊക്കെ വ്യക്തമാക്കേണ്ടത് ഫിറോസ് ഖാനാണ്, ഇല്ലെങ്കിൽ സജന ഫിറോസാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇത് വീണ്ടും സംശയത്തിൻ്റെ നിഴലിൽ ആളുകൾ കാണുക തന്നെ ചെയ്യും. ആ രീതിയിലാണ് ഫിറോസ് ഖാൻ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. അതൊന്ന് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നതെന്ന്. ഇവിടെയൊക്കെ സജന ഫിറോസ് കുറ്റം ചെയ്തെന്നോ ഇല്ലെങ്കിൽ ഫിറോസ് ഖാൻ ഇതൊക്കെ പറയുന്നത് സജനെ കുറ്റപ്പെടുത്തിയാണെന്നൊന്നും തോന്നുന്നില്ല. എന്നിരുന്നാലും ജനങ്ങളിൽ കുറേ പേര് അങ്ങനെയുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ കഴിയത്തില്ല. കാരണം അത് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതും തുറന്നു പറയാതെ എന്തൊക്കെയോ ലിങ്ക് ചെയ്യിപ്പിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഫിറോസ് ഖാൻ അതിന് വ്യക്തമായുള്ള ആൻസർ കാണുമായിരിക്കും.
എന്തായാലും ഫിറോസ് ഖാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി. ഇവിടെ എത്ര വലിയ അവാർഡ് മേടിച്ചതാണെന്നൊക്കെ പറയുന്ന ആരെയാണെന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ അവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ഇതിലൊന്നും വ്യക്തത വരുത്താത്തതാണ് പലതും ആളുകൾ സംശയിക്കാൻ ഇടയാക്കുന്നത്. അതിനെ ഒരിക്കലും ആളുകൾക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. ഇവിടെ സജ്ന ഫിറോസ് പറയുന്നതിൻ്റെ തൊട്ട് ഇതൊക്കെ മോശമല്ലേ എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മോശമാണ്. പക്ഷെ അവിടെയും വ്യക്തമാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്നും ഓർക്കേണ്ടതാണ്. ഒരുപക്ഷെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ വേർപിരിഞ്ഞത് മൂന്നാമതൊരാൾ ഉള്ളത് കൊണ്ടല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതൊക്കെ എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യവും സംശയമാണ്. ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്. എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും. എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാവത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൂവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ പറയുന്നത് ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അയാൾ വീണ്ടും കുറ്റം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയാതെ ഇങ്ങനെ മൂടി വയ്ക്കുന്നത്, അത് അയാൾക്ക് വീണ്ടും കുറേ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അവിടെയൊക്കെ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഇവർ തുറന്നു പറയാത്തതെന്നാണ്. ഇനി വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ, അതോ അയാൾ ഉന്നതനായതുകൊണ്ട് പലതും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ഭയമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഫിറോസ് ഖാൻ സ്വയം പറയുന്നത് തനിക്ക് ഭയമില്ല, ഇതിനെയൊന്നും പേടിയില്ല, ഞാൻ മണ്ടനല്ല എന്നൊക്കെയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും വ്യക്തമായുള്ള തെളിവുകളോ ഒന്നും പറയുന്നില്ല. കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. ഇതൊക്കെ കേട്ടിട്ടാണ് ആളുകളെ അവരുടെ ദാമ്പത്യത്തെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നത്. പലരും ഇത് സജ്ന ഫിറോസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവരുടെ ദാമ്പത്യത്തിൽ മൂന്നാമതൊരാളുണ്ടോ, അതിനെക്കുറിച്ചാണോ ഫിറോസ് പറയുന്നത്. അയാൾ പലരെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ പലരെയും ഇപ്പോഴും മോശമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ ദാമ്പത്യത്തിൽ നടന്ന കാര്യങ്ങളാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അതിൽ ചില മോശം വശങ്ങൾ കാണുമായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സജ്ന ഫിറോസ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതായത് മൂന്നാമതൊരാളുണ്ട് എന്നുള്ള കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നിങ്ങൾ വേറെ എന്ത് കഥയുണ്ടാക്കിയാലും കുഴപ്പമില്ല, മൂന്നാമതൊരാൾ കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് വരുത്തി തീർക്കാതിരിക്കുക. അത് ഞങ്ങളെ കുട്ടികളെ ബാധിക്കും, ഫാമിലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സജ്ന ഫിറോസിന് പറയാനുള്ളത് നമ്മൾ നമുക്ക് കേട്ടു നോക്കാം. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസ് ഖാടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസ് ഖാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസ് ഖാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പല പേഴ്സണൽ കാര്യങ്ങൾ കാണും. അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. ഇവിടെ സജന ഫിറോസ് വ്യക്തമാക്കുന്നത് ഈ ഒരു കാര്യമാണ്. മറ്റൊരാൾ കാരണമല്ല ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാക്കുന്നതിലൂടെ ഒട്ടും താല്പര്യമില്ല. അത് ശരിയായുള്ള കാര്യമല്ല. നാളെ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കാം. കാരണം ഇങ്ങനൊരു വ്യക്തി കാരണമാണോ ഞങ്ങളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞത് എന്നുള്ളതിലാണ് സജന ഫിറോസ് കൺസേൺ ആവുന്നത്. അല്ലാതെ വേറെ എന്ത് കഥയുണ്ടാക്കിയാലും സജന ഫിറോസിനൊരു വിഷയമില്ല. ഇനി ആരെ കൂട്ടിച്ചേർത്ത് വായിച്ച് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്നാണ് സജന ഫിറോസ് പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഇവരെയൊക്കെ ബഹുമാനിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. സജനയായാലും ഫിറോസായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ പറയുമ്പോഴും സൂക്ഷിച്ച് അതെൻ്റെ കുട്ടിയുടെ അമ്മയാണ് എന്നുള്ള വിചാരമുള്ളതുപോലെയാണ് ഫിറോസും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സജനയും ഫിറോസിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാവരും എല്ലാ കാര്യവും അറിയണമെന്നില്ല. ചിലർക്ക് ചില ക്ലിപ്പുകൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ട് ഫിറോസ് ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നു, പലരെയും വികൃതമായി ചൂഷണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതുമൂലമാണോ നിങ്ങൾ പിരിഞ്ഞത് എന്ന് പലരും സംശയിക്കാം. ആ സംശയത്തിലൂടെ വരുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ കാണുന്നതും. ഈ വ്യക്തിയാണോ ഇതിന് കാരണം എന്നുള്ള ചോദ്യം വരുന്നത്. അവിടേക്കൊന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങളുടെ മക്കൾക്കും അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും സംശയം തോന്നുന്നതിൽ കുറ്റം പറയാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഫിറോസ് ഖാൻ തന്നെ ആയിരുന്നു. അത് വ്യക്തമാവാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇതിൽ നിങ്ങളെ രണ്ടുപേരെയും കുറ്റക്കാരാക്കുകയല്ല, അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹമാണ് നമുക്കുള്ളതെന്നും കൂടി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല, ഇനി ആരുമായിട്ടല്ല. പക്ഷേ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള അവര് തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളൊരു കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസ്ക്കായും ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസ്ക്കയുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അക്കാര്യത്തിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം മ്യൂച്വലി അവർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും അവരുടെ പെരുമാറ്റം പരസ്പരം കാണുമ്പോൾ റെസ്പെക്റ്റോടെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ പരസ്പരം കുറ്റപ്പെടുത്താതെയുമുള്ള ഈ സംസാരം അത് റെസ്പെക്റ്റോടുകൂടി തന്നെ നമുക്ക് കാണേണ്ടതാണ്. കാരണം പല ഫാമിലികളിലും അങ്ങനെയല്ല. ഒരു വശത്ത് ഒരാൾ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്യുന്നു, മറുവശത്ത് മറ്റൊരാൾ കുറ്റപ്പെടുത്തി വേറെ വീഡിയോ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുള്ളതാണ്. അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും പരസ്പരം പിരിഞ്ഞതിന് ശേഷം ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാനും പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഫിറോസ് ഖാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതാണ് പലരും സംശയത്തോടെ നോക്കി കാണുന്നത്. അതിനെ സംശയത്തോടെ നോക്കി കാണാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഒന്നും വ്യക്തമായിട്ട് ഫിറോസ് ഖാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെ സംശയത്തോടെ കാണുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അക്കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആക്കുകയാണെങ്കിൽ, വ്യക്തതയോടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഈ സംശയങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ആളുകളുടെ തെറ്റിദ്ധാരണയും മാറുന്നതായിരിക്കാം. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിൻ്റെ ഇടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്രണ്ട് ഫിറോസ്ക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസ്ക്കയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലൊരു നമ്മൾ ഷിയാസിന്റെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട്
ഇങ്ങനെ അവര് കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയല്. ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? അവരുടെ മനസ്സിലത് വിഷമം തോന്നിക്കും. അത് അവിടെ ആ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജെന്യുവിനായിട്ട് കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമായിരിക്കും? കാരണം പപ്പയും അമ്മയും ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും കുട്ടികൾക്കത് മനസ്സിലാവുന്നില്ല, മറ്റുള്ളവർ പറയുന്നതാണ് കുട്ടികൾ കേൾക്കുന്നതെങ്കിൽ അതപ്പോൾ സജിന ഇത്രയും നേരം പറഞ്ഞതിനോട് എതിരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ മറ്റുള്ളവരും തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം അച്ഛനും അമ്മയും ബന്ധം പിരിയാൻ കാരണം മൂന്നാമതൊരാളല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അവരൊരിക്കലും തെറ്റിദ്ധരിക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു സംശയത്തിന് വഴിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നിങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതും ആവർത്തിച്ച് പറയുന്നത് കൊണ്ടും അങ്ങനൊരു സംശയം കുട്ടികൾക്ക് വരണമെന്നില്ല. പിന്നെ ചില ആളുകൾ അതിനെ സംശയത്തോടെ കാണുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ഇവിടെ ജീവിക്കാനൊന്നും കഴിയത്തില്ല. നമ്മൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസ്ഖയെ വിളിച്ചു നോക്കി, ഫിറോസ്ഖ ഇങ്ങനെയാണോ? ഫിറോസ്ഖ എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോന്റെ കാര്യത്തിന് ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലി ആയിട്ട് നിൽക്കുക. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളൊരാളത്തെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ആള് കാരണമാണ് അല്ലെങ്കിൽ ഈ ആള് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് ദയവ് ചെയ്ത് പറയരുത്. പ്ലീസ്, റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിറോസ് കഴിവെന്ന് പറയണം, അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ സജിന പറയുന്നത് കേട്ടിട്ട് ജെന്യുവിനായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഫിറോസ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയത്തില്ല. ഒരാൾ പലരെയും യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ കള്ളങ്ങൾ ആരും അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി സമൂഹത്തിൽ എന്തൊക്കെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഫിറോസ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂക്കുട്ടി എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാൻ സായി കൃഷ്ണയൊക്കെ പറയുമ്പോഴും സായി പറയുന്ന പല പല കേസുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ സായി കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മലപ്പുറംകാരൻ്റെ കാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ അദ്ദേഹത്തിന് സംഭവിച്ച അവമാനം, അദ്ദേഹത്തിനുള്ള നഷ്ടം, അതിനെക്കുറിച്ചൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയായിരിക്കും ആളുകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടിയിപ്പിക്കുന്നതും. എന്തായാലും പല കാര്യങ്ങളും ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.